തുടർ പരാജയങ്ങൾക്ക് ശേഷം ദിലീപ് തിരിച്ചു വന്നുവെന്നാണ് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കോമഡി, റൊമാൻസ്, സെൻറ്റിമെൻറ്റ്സ് സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമ ഞാൻ റെക്കമെൻഡ് ചെയ്യും. എന്നിരുന്നാൽ പോലും ചില കോമഡികൾ കണ്ടപ്പോൾ വലിയ രീതിയിലുള്ള ആസ്വാദനമൊന്നും എനിക്ക് തോന്നിയില്ല. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രമാണ് ബ്രോ എന്ന പേരുള്ള ഡോഗ്. അതിൻ്റെ ചില കുസൃതികളൊക്കെ നന്നായിരുന്നു. ഈ സിനിമയിൽ എന്തുകൊണ്ടാണ് 5 നായികമാരെന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് സിനിമ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ക്ലൈമാക്സിൽ വൻ ട്വിസ്റ്റ് ഉണ്ട്. ഈ സിനിമയിൽ അവസാനത്തെ 5 മിനിറ്റ് ആകുമ്പോഴാണ് ദിലീപിൻ്റെ യഥാർത്ഥ നായികയെ തിരിച്ചറിയുന്നത്. എവിടേക്കോ ബോഡിഗാർഡ് സിനിമയുടെ ചില സീൻസിനോട് സാമ്യത തോന്നിയിട്ടുണ്ട്. മാത്രവുമല്ല, സെൻറ്റിമെൻറ്റ്സിന് സിനിമ വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. സ്ഫടികം ജോർജ്, ധർമ്മജൻ, ജോണി ആൻഡ്രി തുടങ്ങിയ താരങ്ങളുടെ പെർഫോമൻസ് വളരെയധികം നന്നായിരുന്നു. സിനിമയിലെ മ്യൂസിക് വർക്ക്, എഡിറ്റിംഗ് വർക്ക് തുടങ്ങി ടെക്നിക്കൽ വർക്കുകളൊക്കെ നന്നായിരുന്നു. ഏകദേശം 6 മാസത്തോളം വേണ്ടി വന്നു ബ്രോ എന്ന ഡോഗിനെ ട്രെയിൻ ചെയ്തെടുക്കാൻ. മൊത്തത്തിൽ ഈ സിനിമ എബോവ് ആവറേജ് മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ദിലീപിൻ്റെ ഒരു വൻ തിരിച്ചുവരവ് എന്ന് വേണമെങ്കിൽ പറയാം. സിനിമയുടെ നിർമ്മാതാവ് ദിലീപാണ്.